ഹലോ, വെൽക്കം ടു ഈദൻസ് ലവ് ഷോർ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ജർമ്മനിയിലെ ഒരു സ്ട്രോബെറി തോട്ടത്തിൽ പോകുന്ന വീഡിയോ ആണ്. അപ്പം ഞാനിവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലും ഹോസ്റ്റലുകളും ഒക്കെയാണിത്. അപ്പം ഇവിടുന്ന് എൻ്റെ 2-3 ഫ്രണ്ട്സ് വരാനുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഒരാൾ വന്നു. അങ്ങനെ അടുത്ത ആൾക്കാരെയും കണ്ടുപിടിച്ചു. അപ്പം ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടന്നാണ് പോകുന്നത്. മുമ്പ് പോയിട്ടുള്ള പരിചയമൊന്നുമില്ല. ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോൾ 30 മിനിറ്റാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കുന്നത്. അപ്പം നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ഇത് ഗോതമ്പ് പാടാണ്. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിനോട് ചേർന്നിട്ട് തന്നെയാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പം കുതിര ഫാം കണ്ടു. ഇവിടെയൊക്കെ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായെങ്കിലും ഇങ്ങനെ നടന്ന് ഇതുവരെ ഈ സ്ഥലത്തൂടെ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു കുതിര ഫാം ഉണ്ടെന്ന് നമ്മൾ ഇന്ന് അറിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കുതിരകളെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഹൈവേ കൂടിയാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ്. അപ്പം നമ്മളൊരു ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേക്കും താഴത്തേക്ക് നോക്കിയപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വണ്ടികൾ താഴെ കൂടെ പോകുന്നത് കാണാൻ പറ്റി. സമ്മറായ ജർമ്മനിയിലെ വഴിയരികിൽ കാണാൻ സാധിക്കുന്ന ഒരു ചെറിയാണിത്. അപ്പം ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ മരം നിറച്ച് ചെറിയാണ്. നമുക്ക് പറിക്കാൻ ഒരു രക്ഷയില്ല, കാരണം അത് ഒരുപാട് ഉയരത്തിലാണ്. പക്ഷെ താഴെ മൊത്തം ചെറികൾ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അത് ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ പോവാണ്. നമ്മൾ പിന്നെ ഒരുവിധം അടുത്ത് കിട്ടിയതൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. പക്ഷെ നല്ല പുളിയാണ്. പക്ഷെ ചെറിയൊക്കെ നല്ലത് ഇവിടെ കിട്ടും കേട്ടോ, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ. അതുപോലെ ഇവിടുത്തെ പാർക്കുകളിലൊക്കെ ഇതുപോലെയുള്ള ആപ്പിള്, അതുപോലെ പിയർ, ചെറി അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അവിടെ നിന്നൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളൊക്കെ ഞാൻ ഇവിടെ വന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. ഫ്രഷ് ആപ്പിളിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിലപ്പോൾ നമ്മളൊരു ഗ്രീൻ ആപ്പിളൊക്കെ കിട്ടുമ്പോൾ ഇവിടുന്ന് അച്ചാറൊക്കെ ഇടും. അതും നമ്മുടെ ഒരു മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഉരുളക്കിഴങ്ങ് ഫാമാണ്. അപ്പം അത് ഒക്കെ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കി നടന്ന് നമ്മൾ അരമണിക്കൂറായപ്പോഴേക്കും നമ്മൾ ലൊക്കേഷൻ എത്താറായി. ആ കാണുന്നത് ആണ് സ്ട്രോബെറി ഫാം. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ നിന്ന് കാണാം, ഒരുപാട് ആളുകൾ ആ ഫാമിലുണ്ട്, സ്ട്രോബെറി പറിക്കുന്നുണ്ട്. ഈ സാധനം വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കൊട്ട കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറി പറിക്കാം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ പോയി തൂക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ എന്തെങ്കിലും നല്ല സ്ട്രോബെറീസ് ഒക്കെ നോക്കി നമുക്ക് പറിച്ച് ഇതിനകത്ത് എടുക്കാം. ഇതുപോലെ നമ്മൾ പറിച്ചിങ്ങനെ എടുക്കാം. നമുക്കിതിനകത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ സ്പെഷ്യൽ ഫീസൊന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൂടോ അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രമൊക്കെ എടുത്തിട്ട് വന്നാൽ നമുക്കിതുപോലെ പറിച്ചെടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ 50 സെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കൊട്ട കിട്ടും. അപ്പം നമുക്ക് ആ കൊട്ടയാണെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറി നമുക്കിത് പറിച്ചെടുക്കാം. ഇത് ഒരുപാട് വലിയൊരു ഫാമാണ്. നമുക്ക് ആവശ്യത്തിന് പറിച്ച് ഇതിനകത്തേക്ക് ഇടാം. ഇതുപോലെ നമുക്കിതിനകത്ത് നോക്കിയാൽ സാധിക്കും, ചിലതൊക്കെ ചെറിയ കേടുകളൊക്കെ ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബെറിക്ക് എന്തായാലും ചെറിയൊരു പുളിപ്പുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഫാമിലുള്ള സ്ട്രോബെറി എല്ലാം നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ്. ഞാൻ ഇത്രയും സ്ട്രോബെറിയാണ് എടുത്തത്. ഇനി ഇത് ഇവരുടെ ഷോപ്പിൽ കൊണ്ടുപോയി ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. ഇവിടെ സ്ട്രോബെറിയുടെ വൈനും അവൈലബിൾ ആണ്. അത് 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും ബോട്ടിലിൽ വൈനും അവൈലബിൾ ആണ്. ഇത് ഈ സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയ വൈനാണെന്നാണ് പറയുന്നത്. പിന്നെ തിരക്കുള്ളവർക്ക്, സ്ട്രോബെറി പറിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക്, അവർ ഓൾറെഡി അവിടെ പറിച്ചു വെച്ചേക്കുന്ന സ്ട്രോബെറിയും അവിടെ ഉണ്ട്. അങ്ങനെ സ്ട്രോബെറി വാങ്ങിച്ച് നമ്മളവിടെ കൊണ്ടുപോയി അത് നമ്മൾ തൂക്കി നോക്കണം. തൂക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പം നമ്മളെടുത്ത് എത്രയാണോ അതിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് അവിടെ ചെയ്തു. ഇനി നമുക്കിതുമായിട്ട് വീട്ടിൽ പോവാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും.